നവാഗത സംവിധായകനായ ശ്യാമപ്രകാശ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ജോവിലോ. ന്യൂ ജനറേഷൻ സിനിമകളിൽ വ്യത്യസ്തമായ പ്രമേയവുമായാണ് ചിത്രം പ്രേക്ഷകരിലേക്ക് എത്താൻ പോകുന്നത്. ചിത്രം നാളെ തിരുവനന്തപുരത്തെ തിയേറ്ററുകളിലെത്തും. ഇപ്പോൾ ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി ചിത്രത്തിലെ നായിക അദ്വിക ശിവമാണ് നമ്മോടൊപ്പം ഉള്ളത്. ഒപ്പം തന്നെ സംവിധായകൻ ശ്യാമപ്രകാശിനെയും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹവും വളരെ വേഗം തന്നെ നമ്മോടൊപ്പം തന്നെ ചേരും. അദ്വിക, ബി പോസിറ്റീവിലേക്ക് സ്വാഗതം. താങ്ക് യു. തീർച്ചയായിട്ടും സംവിധായകനോട് ചോദിച്ച് തുടങ്ങേണ്ട ഒരു ചോദ്യമാണ്. ഏതായാലും ഇതിലെ പേര്, ചിത്രത്തിൻ്റെ പേര് തന്നെ വളരെ വ്യത്യസ്തമാണ്. ജോവിലോ എന്താണ്? ജോവിലോ എന്താണെന്ന് ചോദിച്ചാൽ എനിക്കതിപ്പോൾ പറഞ്ഞുതരാൻ പറ്റില്ല. പക്ഷേ തീർച്ചയായിട്ടും ആ പേരിൽ ഒരർത്ഥമുണ്ട്. ആൻഡ് ആ അർത്ഥം എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ സിനിമ കണ്ടേ പറ്റൂ. കാരണം അത് സിനിമയുടെ ക്ലൈമാക്സ് വരെ നമ്മൾ ആ സസ്പെൻസ് കൊണ്ടുപോയി. സോ ജോവിലോ എന്താണ് എന്ന് ചോദിച്ചാൽ അതൊരു സസ്പെൻസ് ആണ്. തീർച്ചയായിട്ടും ഒരു മണിക്കൂർ സിനിമയാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രമേയം എന്ന് പറയുന്നത് നാളെ തിയേറ്ററുകളിലേക്ക് എത്താൻ പോവുകയാണ്. പക്ഷേ അതിൻ്റെ സസ്പെൻസ് ഒന്നും കളയണ്ട എങ്കിൽ പോലും ജോവിലോ ഭയങ്കര ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് പേരുടെ ഒരു കഥയാണ്. ആൻഡ് ഇതിൽ കാണിക്കാൻ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര ഓപ്പോസിറ്റ് ആണെങ്കിലും നമ്മളുടെ വ്യൂസ് എന്താണെങ്കിലും അത് മാറ്റാതെ തന്നെ നമുക്ക് എങ്ങനെ ഒന്നിക്കാൻ പറ്റും എന്നുള്ള ഒരു കഥയാണിത്. Like two completely opposite people who don't have the same views about life, who think differently, who live differently, can still come together, can still be together, can still fall in love. അതാണ് ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ. അപ്പോൾ അതെങ്ങനെ നടക്കുന്നു, അത് ചുമ്മാ പറയാൻ മാത്രം പറ്റില്ലല്ലോ. അതെങ്ങനെയാണ് ഇത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് ആൾക്കാർ മീറ്റ് ചെയ്ത് എങ്ങനെയാണ് അവർ തമ്മിലൊരു പ്രണയം നടക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഈ സിനിമയിൽ നമ്മൾ കാണിക്കാൻ നോക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ച് ഫ്രണ്ട്സിൻ്റെ ഒരു കൂട്ടായ്മ കൂടിയാണ് ഈ ചിത്രം. എങ്ങനെയാണ് ഈ ചിത്രത്തിലേക്ക് എത്തിയത്? വളരെ ദീർഘനാളത്തെ ഒരു സ്വപ്നമൊക്കെ ആയിരുന്നോ? സിനിമ എനിക്ക് ഭയങ്കര എപ്പോഴും താല്പര്യമുള്ളൊരു ഫീൽഡായിരുന്നു. അതറിയാമായിരുന്നു എൻ്റെ ഫ്രണ്ട്സിന്. അപ്പോൾ ഈ സിനിമയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പം ആ സമയത്ത് വെക്കേഷനും കൂടെ ആയിരുന്നു. 12th ജസ്റ്റ് കഴിഞ്ഞ് വെക്കേഷനായിരുന്നു. അപ്പോൾ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്ന അദ്വൈത ശ്രീകാന്തും ഇതിൽ ഒരു പാട്ട് ഫുൾ ചെയ്തിരിക്കുന്ന ഭാഗ്യ സുരേഷും രണ്ടുപേരും എൻ്റെ ക്ലോസ് ഫ്രണ്ട്സാണ്. അപ്പോൾ അവരാണിത് ഈ കോൺസെപ്റ്റൊക്കെ ആയിട്ട് വന്നത്. അപ്പോൾ അവധിയാണ്, ഫ്രീ ആണെന്നൊക്കെ പറഞ്ഞു വന്നപ്പോൾ എന്നെയും കൂടി അതിൽ ജസ്റ്റ് ലീഡായിട്ട് അങ്ങനെ. അപ്പോൾ ആദ്യമായിട്ടാണല്ലോ സിനിമയിൽ അഭിനയിക്കുന്നത്. എങ്ങനെയാണ് ഒരു ബിഗ് സ്ക്രീനിലേക്ക് എത്തിയപ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള മുന്നൊരുക്കങ്ങളൊക്കെ നടത്തിയിരുന്നോ? മുന്നൊരുക്കങ്ങളൊന്നും ഇല്ലായിരുന്നു. തീർച്ചയായിട്ടും ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് ആ ഒരു ഫ്രണ്ട് സർക്കിൾ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ ഡയറക്ടർ എന്ന് പറയുന്ന ഒരു പെർഫെക്ഷനിസ്റ്റ് ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹെൽപ്പും കൂടെ ഉണ്ടായിരുന്ന സ്ഥിതിക്ക് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ പറ്റി. കുഴപ്പമില്ല. എങ്ങനെ ചിത്രത്തിലെ മറ്റ് കൂടെ അഭിനയിച്ചവർ, മറ്റ് കഥാപാത്രങ്ങൾ, അവരെ കുറിച്ച് കൂടെ ഒന്ന്? ഹീറോ എന്ന് പറയുന്നത്, അതായത് മെയിൻ ലീഡ് എന്ന് പറയുന്നത് ഫാഹിം സഫറാണ്. ആൻഡ് ഫാഹിം ഇപ്പോൾ നാഷണൽ ലോ സ്കൂളിലാണ് പഠിക്കുന്നത്, കൊച്ചിയിൽ. ഫാഹിം ഓൾറെഡി കുറച്ച് ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. ഭയങ്കര ടാലൻ്റ് ഉള്ള ഒരാളാണ്. അപ്പോൾ ഫാഹിമാണ് മെയിൻ ലീഡ്. അപ്പോൾ നമ്മളുടെ കഥയാണ് മെയിനായിട്ട് ഇതിൽ കാണിക്കുന്നത്. പിന്നെ വേറെ കുറച്ച് ക്യാരക്ടേഴ്സും ഉണ്ട്. പിന്നെ മലയാള സിനിമയിൽ അഭിനയിക്കുന്ന ബൈജു സാറും അഭിനയിച്ചിട്ടുണ്ട് ഒരു ചെറിയൊരു റോൾ, ജസ്റ്റ് ഒരു ഗസ്റ്റ് അപ്പിയറൻസ് പോലെ. അങ്ങനെ പിന്നെ നമ്മളുടെ ഫ്രണ്ട്സിനിടയിൽ കുറച്ച് പേരെയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ചെയ്തൊരു സിനിമ. ഇപ്പോൾ സംവിധായകൻ ശ്യാമപ്രകാശ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്യാമപ്രകാശ്, ചിത്രം നാളെ തിയേറ്ററുകളിലേക്ക് എത്താൻ പോവുകയാണ്. എന്താണ് ചിത്രം നൽകുന്ന പ്രതീക്ഷ? ഞങ്ങളുടെ നമ്മുടെ സിനിമ ടാർഗറ്റ് ചെയ്യുന്ന യൂത്ത് ഓഡിയൻസ് ആണ്. അപ്പോൾ യൂത്ത് ഓഡിയൻസിൻ്റെ റെസ്പോൺസ് ഇപ്പോൾ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്കൊരു അറൗണ്ട് 500 to 600 ടിക്കറ്റ്സ് ഓൾറെഡി ഞങ്ങൾക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് യൂത്ത് എന്നുള്ള ആ ഒരു പ്രതീക്ഷ ഒരുപാട് നന്നായിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതി നാളെ വരുമ്പോഴത്തേക്ക് കാണാം എങ്ങനെയാണെന്ന്. ഇപ്പോൾ ഒന്നും അറിയില്ല. നാളെ റിലീസ് കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും ഞാനിപ്പോൾ അദ്വൈകയോട് ചോദിച്ചേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചിത്രത്തിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ജോവിലോ. അതിൻ്റെ പ്രമോയിൽ തന്നെ നമ്മൾ കാണുകയുണ്ടായി. എല്ലാവരും എന്താണ് ജോവിലോ എന്ന് ചോദിക്കുന്ന ഒരു പ്രമോ തന്നെയാണ്. അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. എന്താണ് ജോവിലോ? ജോവിലോ എന്താണെന്ന് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിനിമ കാണുന്ന അർത്ഥമില്ല. ഞങ്ങൾ സിനിമയിൽ അവസാനം പറയുന്ന ഒരു കാര്യമാണ് ജോവിലോ എന്താണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ സസ്പെൻസ് അങ്ങനെ നിൽക്കട്ടെ. ആദ്യത്തെ ഷോ കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർ മനസ്സിലാവും. അങ്ങനെ അപ്പോഴത്തേക്ക് തന്നെ പറഞ്ഞു ഉറങ്ങുമായിരിക്കും. ഏതായാലും ഈ പേരിൻ്റെ സസ്പെൻസ് ഉണ്ടെങ്കിലും ആൾക്കാർ തിയേറ്ററുകളിലേക്ക് നാളെ ഒരുപാട്
ഒരുപാട് പേരും എത്താൻ സാധ്യതയുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഈ ജോവിലോ എന്ന് പറയുമ്പോൾ അതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? എന്തിൻ്റെയെങ്കിലും ഷോർട്ട് ഫോം ആണോ? വേണമെങ്കിൽ പറയാമോ, പക്ഷെ അങ്ങനെ അർത്ഥം വയ്ക്കാനോ അങ്ങനെ ഒരു വലിയൊരു ഇപ്പം ഈ സിനിമയ്ക്ക് സോഷ്യൽ മെസ്സേജോ അങ്ങനെ ഒന്നുമില്ല. ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഞങ്ങൾ കുറേ കുറേ കൗമാരപ്രായക്കാർ എടുത്ത സിനിമയാണ്. അപ്പം ഞങ്ങൾ ഈ സിനിമയ്ക്കകത്തുള്ളത് തന്നെ ഞങ്ങളുടെ ഇന്നസെൻസ് ആണ് മെയിനായിട്ടുള്ളത്. ഞങ്ങൾക്ക് ഒരു മെസ്സേജോ അല്ലെങ്കിൽ ഒരു ഭയങ്കര കഥയോ അങ്ങനെയൊന്നും പറയാനില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉള്ളിൽ തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ ഭയങ്കര ഇന്നസെൻ്റായ രീതിയിൽ ഭയങ്കര ആ വലിയവരുടെ നമ്മളിപ്പോൾ ഒരു മിഡിൽ ഏജ് ആണല്ലോ, കംപ്ലീറ്റ്ലി അഡൽട്ട്സോ അല്ല കംപ്ലീറ്റ് കിഡ്സോ അല്ല. അപ്പോൾ ആ നടുക്കുന്ന സമയത്തുള്ള ഞങ്ങൾക്കുള്ള കുറച്ച് പോലെ വികാരങ്ങളും അതൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് ഭയങ്കര ഇന്നസെൻ്റ് രീതിയിൽ അഭിനയിക്കണം. അതാണ് നമ്മുടെ സിനിമ. എങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രമേയത്തിലേക്ക് എത്തിപ്പെട്ടത്? ഇപ്പോൾ പ്രമേയം എന്താണെന്ന് അദ്വിക പറഞ്ഞു തരികയുണ്ടായി, പക്ഷേ നിങ്ങളുടെ ഒരു ഫ്രണ്ട്സിൻ്റെ ഒരു കൂട്ടായ്മ എങ്ങനെയാണ് ഇതിലേക്ക്? സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു റിവേഴ്സ് പ്രോസസ് ആയിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് ചാരു ഹരി എന്ന നമ്മുടെ മ്യൂസിക് കമ്പോസറാണ്, വൺ ഓഫ് ദി കമ്പോസേഴ്സാണ്. ചേച്ചിയൊരു പാട്ടുണ്ടായിരുന്നു, ചേച്ചി പണ്ട് ചെയ്തൊരു പാട്ട്. അപ്പോൾ പാട്ടിൽ നിന്നാണ് നമുക്കിങ്ങനെ ഒരു ഇൻസ്പിറേഷൻ കിട്ടുന്നത്. ആ പാട്ട് കേട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹം വരുന്നത്. അപ്പോൾ അങ്ങനെ ഫാഹിമും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഫാഹിമും എല്ലാവരും കൂടെ കൂടിയിരുന്ന് ഞാൻ കുറച്ചും കൂടെ ലേറ്റർ എൻട്രിയാണ് ഇതിലേക്ക് വന്നത്. അപ്പോൾ അതിനുശേഷം സ്ക്രിപ്റ്റ് ചെയ്തതിന് ശേഷമാണ് എന്നെ അറിയിക്കുന്നത് ഇങ്ങനെ സംഭവം ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ വന്നു. എന്നപ്പോഴത്തേക്കും പിന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അതിനെ ഒരു കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് രീതിയിലാക്കി അതിനെ പ്രോപ്പറായിട്ട് കുറേ ചാനലൈസ് ചെയ്തു. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ലിറ്റിൽ സിനിമ എന്ന് വിളിക്കുന്ന കാരണം തന്നെ ഇതിപ്പോൾ ഒരു ഫുള്ളി ഫീച്ചർ ഫിലിം ആയിട്ട് പറയാൻ പറ്റില്ല, എന്നാൽ ഷോർട്ട് ഫിലിം പോലെ. കാരണം ഷോർട്ട് ഫിലിം ഒരു പ്രത്യേക ഒരു പർട്ടിക്കുലർ സംഭവം ഉണ്ട്, അതിന് ചുറ്റിപ്പറ്റിയായിരിക്കും. സിനിമ എന്ന് ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനിടയിലാണ്, കംപ്ലീറ്റ് ആയിട്ട് ഫീച്ചർ ഫിലിം എന്ന് പറയാനുള്ള സംഭവമില്ല, പക്ഷേ ഷോർട്ട് ഫിലിം പോലെ അതിനിടയിൽ. അപ്പോൾ അതാണ് നമ്മൾ ലിറ്റിൽ സിനിമ എന്ന കോൺസെപ്റ്റ് പുതിയതായിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ശ്യാമപ്രകാശ് തുടക്കത്തിൽ തന്നെ ഇത്തരത്തിലൊരു 1 hour ഫിലിമിലേക്ക് തന്നെ വരാനായിരുന്നു തീരുമാനിച്ചത്? അത് അല്ല, എല്ലാവരെയും പോലെ തന്നെ പലരെയും പോലെ തന്നെ ഞാനും ഒരു സിനിമ പ്രേമിയാണ്. സിനിമ ചെയ്യണം എന്നാണ് ഭാവിയിൽ ആഗ്രഹം. ഇങ്ങനെയൊക്കെ പഠിച്ചു വരുന്നു ചെറുതായിട്ട്. എൻ്റെ സത്യം പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ പ്രോജക്റ്റാണ് ഈ സിനിമ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ മുമ്പ് ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്, ഭയങ്കര ഒരു ചെറിയ 3 minutes അല്ലെങ്കിൽ 10 minutes ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അത് 1-2 ഷോർട്ട് ഫിലിംസ്. എൻ്റെ മേജർ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, ജോവൽ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പരിചയക്കുറവുണ്ട്, തീർച്ചയായും ഉണ്ട്. ഇതിൽ തെറ്റുകുറ്റങ്ങളില്ലെന്ന് ഞാൻ പറയുന്നില്ല, ഒരുപാടുണ്ട്. പക്ഷേ ഞങ്ങളാൽ ആവുന്നതും മാക്സിമം നന്നായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എങ്ങനെ ആവുന്നു എന്നൊക്കെ നോക്കാം. എങ്ങനെയായിരുന്നു ഇപ്പോൾ അദ്വൈക, നിങ്ങൾ പറഞ്ഞു ഫ്രണ്ട്സ് ഒക്കെ ആയിരുന്നു, ഷൂട്ടിങ്ങിന് ഇടയ്ക്കൊക്കെ വളരെ രസകരമായ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ? തീർച്ചയായും. എങ്ങനെയാണ്, ഏതെങ്കിലും ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുകയാണോ? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പൊന്മുടിയിൽ കുറച്ച് ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് പൊന്മുടി നല്ല മഴയൊക്കെ ആയിരുന്നു, നമ്മുടെ വണ്ടിയായിരുന്നു. ആൻഡ് ഭയങ്കര മഴയായിരുന്നു. നമ്മളിങ്ങനെ പുറത്തിങ്ങനെ ഇറങ്ങി, എൻ്റെ ഒരു ഫ്രണ്ട് പുറത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. ആൻഡ് ഷോട്ട് എന്ന് പറയുന്നത് ഒരു വണ്ടി വരുന്നു, ഞാൻ ഇങ്ങനെ റോഡിലിരിക്കുന്നു, അങ്ങനെ ഒരു ഷോട്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട് കണ്ടിട്ട് അയാൾ വിചാരിച്ചു ശരിക്കും ഞാൻ അവിടെ ഇരുന്നതാണ്, അറിയാതെ ഒരു വണ്ടി വരുന്നത്, ഷൂട്ടിംഗ് നടക്കുകയാണെന്നുള്ള കാര്യം അവൻ അറിയുന്നില്ല. അവനിങ്ങനെ നോക്കിയിട്ട് അവൻ ശരിക്കും പേടിച്ചു പോയി. ആ കാർ എന്നെ വന്ന് ഇടിക്കാൻ പോവാണെന്നാണ് അദ്ദേഹം വിചാരിച്ചത്. ഓടി വന്ന് ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ നോക്കി ഇരിക്കുന്നു, വണ്ടി വരുന്നു എന്നൊക്കെ പറഞ്ഞ് ഓടി വന്ന് പറഞ്ഞായിരുന്നു. നമ്മൾ ഇങ്ങനെ ചമ്മിപ്പോയി, ഷൂട്ടിംഗ് നടക്കുകയാണ്. അതായിരുന്നു എനിക്ക് തോന്നി ഏറ്റവും നമ്മൾ ഫണ്ണി ആയിട്ട്. കാരണം ആ മഴയൊക്കെ ആയ സ്ഥിതിക്ക് ലൈക്ക് വിസിബിലിറ്റിയും കുറവായിരുന്നു. അപ്പോൾ ഷൂട്ടിംഗ് നടക്കുകയാണെന്നുള്ള കാര്യം പുറത്തുനിന്ന് കണ്ട് അങ്ങനെ പറയാനും പറ്റില്ല. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ വെൻ ഹി സോ അസ് ശരിക്കും അയാൾ പേടിച്ചു. എന്ന് വെച്ചാൽ വണ്ടി വന്ന് ഇടിക്കാൻ പോകണമെന്ന് കണ്ടുകൂടെ ഓടി വന്ന് പിന്നെയാണ് സിനിമയാണ്, ഷൂട്ടിംഗ് ആണ്. ആ ഒരു ഇത് ഞാൻ ഒരുപാട്. ശ്യാമപ്രകാശ്, ഈ സിനിമയുടെ ഇപ്പോൾ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് തന്നെ ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ബിഗ് സ്ക്രീനിലേക്ക് ആദ്യമായി വരികയാണ്. എങ്ങനെ ഒരു വലിയ ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു ഇതിലേക്ക് വരുമ്പോൾ? എന്തെങ്കിലും ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ബുദ്ധിമുട്ടിലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് തുടക്കം തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. നമുക്ക് ഷൂട്ടിംഗ് പല സമയത്ത് ഇത് 3rd സ്റ്റേജാണ് നമ്മുടെ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ. ആദ്യത്തെ 2 ഷെഡ്യൂൾ മുടങ്ങിപ്പോയി. അതിന് ശേഷം നമ്മളെ വളരെ കഷ്ടപ്പെട്ട് റീകാസ്റ്റ് ഒക്കെ ചെയ്യേണ്ടി വന്നു കുറച്ച് ചിലതൊക്കെ. പക്ഷേ എനിക്ക് എപ്പോഴും എൻ്റെ സപ്പോർട്ടായിരുന്ന എൻ്റെ ക്രൂ തന്നെയാണ്. അപ്പോൾ ബേസിക്കലി എൻ്റെ സിനിമാറ്റോഗ്രാഫർ എന്ന് പറഞ്ഞാൽ നിമിഷ് രവി, എൻ്റെ കോളേജ് ജൂനിയർ ആയിരുന്നു. അവൻ്റെ ഒരു വിഷ്വൽ സെൻസ് എന്ന് പറഞ്ഞാൽ അപാര വിഷ്വൽ സെൻസാണ്. അപ്പോൾ ആ ഒരു അവൻ്റെ എൻ്റെ ഒരു റൈറ്റ് ഹാൻഡ് ആയിട്ടെന്ന് പറയാം. പിന്നെ എൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്ന എൻ്റെ അരുൺ വർഗീസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ക്ലോസ് ഫ്രണ്ട്. ഞങ്ങൾ സ്കൂളിൽ തൊട്ട് ഒരുമിച്ചാണ്. അവൻ ഇപ്പോൾ ലണ്ടനിലാണ്. അപ്പോൾ ഞങ്ങളുടെ സൗണ്ട് എല്ലാം ചെയ്യുന്നത് അക്കരയിൽ നിന്നാണ്. അവിടെ നിന്നാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങും സൗണ്ട് ഡിസൈനും എല്ലാം അവിടെ നിന്ന് ചെയ്ത് അയക്കുകയാണ്. അപ്പം അവനിതുപോലെ അവിടെ പഠിക്കാൻ പോയതാണ്. അവിടെ നിന്നും ഇതിനു വേണ്ടി എത്രയോ മാസങ്ങളായിട്ട് ആഴ്ചകളായിട്ട് ഓരോരുത്തരും ഇതിനകത്തുള്ള ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാവരും തന്നെ ഭയങ്കര ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഒന്നും കിട്ടാനില്ല.
ഞങ്ങൾക്കുള്ള ഞങ്ങളുടെ ആ ഒരു പാഷൻ മാത്രം കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ഇൻവോൾവ് ആയിട്ട് പലരും പല സ്ഥലങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് അവൻ അവിടെ നിന്ന് സ്കോഴ്സ് ഇങ്ങോട്ട് എഴുതി അയച്ചു കൊടുക്കും, ഇവിടെ നിന്ന് റെക്കോർഡ് ചെയ്ത് തിരിച്ചയക്കും, അത് മാസ്റ്റർ ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഭയങ്കര ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു ഇൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ എഡിറ്റിങ് എൻ്റെ മാസ്റ്ററിങ് എല്ലാം ചെയ്ത് ഞങ്ങൾക്ക് സ്റ്റുഡിയോയിൽ അങ്ങനെ അധികം പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും അതിൻ്റെ ഔട്ട് എടുത്തപ്പോഴും പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓരോ മേഖലയിൽ അതിൻ്റെ എഡിറ്റിംഗ് വൈസ് ആയാലും വർക്ക് വൈസ് ആയാലും കാലാവസ്ഥ, അപ്പോൾ നമുക്കധികം യൂണിറ്റ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഞങ്ങളുടെ തന്നെ ഇതിനകത്ത് വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്കുണ്ടായിരുന്ന ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ്, മഴ വന്നപ്പോഴേക്കും ഷൂട്ട് ചെയ്യാനുള്ള പാട്, അപ്പോൾ ടൈറ്റ് ഷെഡ്യൂളായിരുന്നു നമുക്ക് ഇത്ര ലേറ്റായി പോയെങ്കിലും. പക്ഷേ ഞങ്ങൾക്കൊരു വളരെ ഷൂട്ടിംഗ് പ്രോസസ് എന്ന് പറയുന്നത് ഭയങ്കര ടൈറ്റായിരുന്നു. അപ്പോൾ ഒരു ദിവസം രാവിലെ പോയി 8 മണി തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി 12 മണി വരെയാണ് ഷൂട്ട്. അപ്പോൾ അങ്ങനെ 8 ദിവസം കൊണ്ടാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തെടുത്തത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു സിനിമ എടുക്കുമ്പോൾ സ്വാഭാവികമായും ഫിനാൻഷ്യലായിട്ടുള്ള അത്തരത്തിലുള്ള സപ്പോർട്ട് വേണം, അതല്ലെങ്കിൽ അല്ലാതെയുള്ള സഹായങ്ങൾ ഒരുപാട്, അങ്ങനെയൊക്കെ സഹായിക്കാം. വെരി ലക്കി. ഞങ്ങൾ ഫിനാൻഷ്യലി ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത് സുമ ആൻറ്റി എന്ന് പറഞ്ഞ ഒരു സ്ത്രീയാണ്. അവർ പാലക്കാട് ഉള്ള ഒരു ബെസ്റ്റ് മാമാണ്. മാം ഇങ്ങനെ ഫാഹിമിൻ്റെ ഞങ്ങളുടെ സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയാണ്. അപ്പോൾ ഇങ്ങനെ കഥയുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയി. അങ്ങനെ പ്രൊഡ്യൂസും ചെയ്തിട്ടില്ല, ആദ്യമായിട്ട് പൈസ പടക്കുന്നതാണ്. അപ്പോൾ ഞങ്ങളെ വിശ്വസിച്ച് ആൻറ്റി ഞങ്ങൾക്ക് പൈസ തന്നു. അതാണ് ഞങ്ങൾക്ക് വളരെ നന്ദിയുണ്ട്. ഈ സമയത്ത് ഞാൻ പറയും വേണം. അപ്പോൾ ആൻറ്റി തന്ന പൈസ നിന്നാണ് നമ്മൾ തുടങ്ങിയ സിനിമ. അപ്പോൾ എന്നിട്ട് പിന്നെ അവിടെ നിന്ന് ടൂവേഴ്സ് ദി എൻഡ് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇവിടെ നിന്ന് കുറച്ച് കാശ് വന്നു. പിന്നെ ഇറങ്ങുന്ന സ്പോൺസർഷിപ്പാണ് ഇവൻ്റ്. അപ്പോൾ അങ്ങനെ കുറേ പൈസ വരുന്നു. സ്റ്റാർട്ടിങ് നമ്മുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഹാൻഡിൽ ചെയ്ത് ആൻറ്റിയുടെ പൈസ കൊണ്ടതാണ്. അപ്പോൾ അത് ഭയങ്കര ഹെൽപ്പ് തന്നെയാണ്. ഞങ്ങളെ വിശ്വസിച്ച് ഫസ്റ്റ് ടൈമേഴ്സാണ് മിക്കവരും. ഞങ്ങൾ വിശ്വാസം കാണിച്ചത് തന്നെ വളരെ നന്ദിയുണ്ട്. അതുപോലെ ചിത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മ്യൂസിക്കിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു ഇതാണ്. എനിക്കൊരു കംപ്ലീറ്റ് ഗ്യാരണ്ടി ഉള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ മ്യൂസിക് എന്ന് പറയുന്നത് ഇറ്റ്സ് ഔട്ട്സ്റ്റാൻഡിങ്. അത് എൻ്റെ കഴിവ് ആരുടെ കഴിവല്ല, ഇതിൽ കമ്പോസറിൻ്റെ കഴിവ് തന്നെയാണ്. ഞങ്ങൾക്ക് 3 കമ്പോസേഴ്സ് ഉണ്ട്. ഭാഗ്യ സുരേഷ്, ചാരു ഹരിരൻ, അരുൺ വർഗീസ്. ഇപ്പോൾ ഇവരുടെ 3 മൂന്നിനും ചേർന്ന് 5 സോങ്സ് ചെയ്തിട്ടുണ്ട്. ഭാഗ്യ സുരേഷ് 1 സോങ്, ചാരു ചേച്ചി 2 സോങ്, അരുൺ 2 സോങ്. അപ്പോൾ അങ്ങനെ 5 സോങ്സ്. 5 സോങ്സിനെ പ്രത്യേകിച്ച് 5 പാട്ടും 5 ഡിഫറെൻറ്റ് ടൈപ്പ് പാട്ടുകളാണ്. ഒന്നുപോലും യാതൊരു ബന്ധവുമില്ല. 5 ലാംഗ്വേജും ഡിഫറെൻ്റ് ആണ്. ഞങ്ങളുടെ ടൈറ്റിൽ സോങ് തന്നെ ഇറ്റാലിയൻ, സ്പാനിഷ്, ഹിന്ദി, അങ്ങനെ പല ലാംഗ്വേജ് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഓരോ സിറ്റുവേഷൻ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓരോ മേജർ സിറ്റുവേഷനും, ഇപ്പോൾ നമ്മൾ സാധാരണ ഡയലോഗ്സ് അങ്ങനെ പോകുമ്പോഴത്തേക്ക് ഇതിൽ മേജർ സിറ്റുവേഷനും പാട്ടിനകത്താണ്. അപ്പോൾ ഇതിനകത്തുള്ള സീൻസ്, ഡയലോഗ്സ് എല്ലാം ഇതിൽ ഇൻ്റർമീഡിയറ്റ് സാധനം മാത്രമാണ്. ഞങ്ങളുടെ മെയിൻ സീൻസ് അല്ലെങ്കിൽ മെയിൻ ട്രാൻസിഷൻസ് എല്ലാം വരുന്ന പാട്ടിനകത്താണ്. അപ്പോൾ അതാണ് ഞങ്ങളുടെ മ്യൂസിക്കൽ സിനിമ എന്ന് പറയാൻ കാരണം. ഇപ്പോൾ പറയണ്ടേ, സിനോപ്സിസ് ഒക്കെ വായിക്കുമ്പോൾ അങ്ങനെ കേൾക്കുന്നുണ്ട്, ഡയലോഗ്സിനൊക്കെ പകരം പലപ്പോഴും മ്യൂസിക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മ്യൂസിക് തന്നെയാണ്, ഞങ്ങൾക്ക് മ്യൂസിക് തന്നെയാണ് ഈ സിനിമയ്ക്ക് അറിയുന്നത്. അതിന് ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത് അവിടെ നിന്ന് ലണ്ടനിൽ അരുൺ ചെയ്യായിരുന്നു. അപ്പോൾ അവിടുത്തെ മ്യൂസിഷ്യൻസ് എല്ലാം വെച്ചാണ് അരുൺ ചെയ്തത്. ഞാൻ കേട്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് കൊടുത്തിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവന് തന്നെ അതിന് അപ്രീസിയേഷൻ അറിയുന്നുണ്ട്. ഭയങ്കര വളരെ നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. സൗണ്ട് ഡിസൈനും ഈ പറഞ്ഞതുപോലെ എല്ലാവരും പുതിയ ആൾക്കാരാണ് സിനിമയുടെ അണിയറയിൽ പ്രവർത്തിച്ചവരെല്ലാം. അപ്പോൾ റിലീസിന് മുൻപേ തന്നെ സ്വാഭാവികമായിട്ടും റെസ്പോൺസുകളൊക്കെ കിട്ടി കാണുമല്ലോ. വല്ലാത്ത റെസ്പോൺസാണ്. ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾക്ക് സിനിമയ്ക്ക് മുമ്പ് ഞങ്ങൾ ആളിക്കിച്ചിട്ടാ ഇങ്ങനെയൊക്കെ ഇറക്കി ആരെങ്കിലും വന്നില്ലെങ്കിൽ ആ പ്രശ്നം ആവുമല്ലോ എന്ന് പറഞ്ഞ് പേടിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു. പക്ഷെ ഞങ്ങളിങ്ങനെ ടിക്കറ്റ്സ് ഇറങ്ങി എന്ന് പറഞ്ഞ് ടിക്കറ്റ്സ് ബുക്കിംഗ് ഓൺലൈനാണ്, അല്ല ബുക്കിംഗ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോസ്റ്റ് ഇട്ടു. അടുത്തൊരു 3 മണിക്കൂറിലെ ഫസ്റ്റ് ഷോ സോൾഡ് ഔട്ടായി. ഞാൻ ഈ സീച്ചറെ ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ആവശ്യം ഷോ ഉണ്ടോ എന്നുള്ള പേടിയായി. ഇപ്പോൾ അത് വേണ്ടി ഇപ്പോൾ ബാക്കി 2 ഷോയും കൂടി ഞങ്ങൾക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇപ്പോൾ കുറച്ചും കൂടെ ബക്കറ്റ് ബാക്കി ഉണ്ടാവുള്ളൂ. ആദ്യത്തെ ഷോ ഫസ്റ്റ് ഡേ ഒരു വിത്തിൻ അവേഴ്സ് കംപ്ലീറ്റ്ലി ഔട്ട്. അപ്പോൾ അത്രയും നല്ലൊരു റെസ്പോൺസ് ഞങ്ങൾക്കും പ്രഷറാണ്. അപ്പോൾ ഇങ്ങനെ ആൾക്കാർ കാണുന്നുണ്ട്. സിനിമയുടെ ഒരു ട്രെയിലറും സിനിമയുടെ കുറച്ച് പാട്ടുകളും മാത്രം കേട്ടിട്ട് സിനിമ കാണാൻ ആൾക്കാർ വരികയാണ്. അപ്പോൾ അവർക്ക് വേണ്ടി അത്രയും നല്ലൊരു സിനിമ കൊടുത്തില്ലെങ്കിൽ അത് ഞങ്ങൾക്ക് എല്ലാവരുടെയും ബാധിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഹോപ്പ്ഫുള്ളി അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും. എങ്ങനെ ആദ്യമായിട്ട് അഭിനയിച്ച് എങ്ങനെയാണ് കിട്ടിയ പ്രതികരണങ്ങളൊക്കെ? ഇപ്പോൾ തിയേറ്ററിൽ എത്തിക്കഴിയുമ്പോൾ ഇനിയും കൂടുതൽ റെസ്പോൺസുകൾ വരാനിരിക്കുന്നേ ഉള്ളൂ. അതെ, നല്ല ഹാപ്പി ആയിരുന്നു. ട്രെയിലർ ഇറങ്ങിയപ്പോൾ തന്നെ കുറേ പേര് വിളിച്ച് കോംപ്ലിമെൻറ്റ് ചെയ്തായിരുന്നു. ലൈക്ക് നന്നായിട്ടുണ്ട്, ശരിക്കും നല്ല രസമുണ്ട് കാണാമെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം നമ്മൾ ഇത്രയും ഹാർഡ് വർക്കും എഫേർട്ടും ഇടുമ്പം അതിന് ലൈക്ക് റിട്ടേൺ ആയിട്ട് ഇത്രയും കോംപ്ലിമെൻറ്റ്സ് ഒക്കെ കിട്ടുമ്പോൾ ഡെഫിനറ്റ്ലി ഇറ്റ്സ് വെരി നൈസ്. ഐ എം വെരി ഹാപ്പി. അതുപോലെ തന്നെ ചേട്ടൻ പറഞ്ഞ പോലെ ഹോപ്പ്ഫുള്ളി ആൾക്കാർ സിനിമ കാണുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു എക്സ്പെക്റ്റേഷൻസിനനുസരിച്ച് കൊടുക്കണം എന്നുള്ള ഒരു ഹോപ്പിലാണ് ഞാൻ ഇരിക്കുന്നത്. ഐ ഹോപ്പ് അവർ വിചാരിച്ചിരിക്കുന്ന പോലെ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റി.
ഐ ഹോപ്പ്. അപ്പോൾ ഇതിൻ്റെ പ്രമോസിലൊക്കെ ഞാൻ കണ്ടപ്പോൾ ഇപ്പോൾ പ്രമുഖരായ ഒരുപാട് ആൾക്കാരാണ് ജോവിലു എന്താണെന്ന് ചോദിക്കുന്നത്. അവരുടെയൊക്കെ അടുത്തൊക്കെ സമീപിച്ചപ്പോൾ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു പുതിയ ടീം ഒരു പ്രതികരണമൊക്കെ? എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇവിടുത്തെ ഈ മാസ് മീഡിയയും ഇവിടുത്തെ ആക്ടേഴ്സ് എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ് ഇതുപോലത്തെ യങ്സ്റ്റേഴ്സിന് വേണ്ടി. ഞങ്ങളിങ്ങനെ പോയി ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നുണ്ട്, അങ്ങനെ ചെറിയൊരു ബൈറ്റ് തരണം എന്നപ്പോൾ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അവരാരും ഇങ്ങനെ ഭയങ്കര പറ്റില്ല, അങ്ങനെ അപ്പോൾ ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഞങ്ങളെല്ലാവരും അപ്പോൾ എന്തുമാത്രം സപ്പോർട്ടീവാണ് ഞങ്ങളുടെ ഇവിടുത്തെ കൾച്ചറും ഇവിടുത്തെ ആൾക്കാരെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവരിങ്ങനെ പ്രൊമോട്ട് ചെയ്ത് വിടും. നമ്മൾ കേൾക്കുന്നതാണ് ഇങ്ങനെ ഈ ഒരു പ്രോബ്ലം ഉണ്ട്, അത് ഇതുണ്ടെന്ന് കേൾക്കുന്നുണ്ട്, അല്ല ഞങ്ങൾക്കൊന്നും അറിയില്ലല്ലോ. പക്ഷേ ഫസ്റ്റ് ടൈമായിട്ട് നമ്മൾ ഇറങ്ങി ചെന്നപ്പോഴാണ് ഇത്രത്തോളം സപ്പോർട്ടീവാണ് എല്ലാവരും, ഇത്രത്തോളം ഹാപ്പിയാണ്. ഞങ്ങളുടെ പ്രൊമോഷൻ ലോഞ്ചിന് തന്നെ അരുൺകുമാർ അരവിന്ദ് സാറാണ് വന്നത് ഞങ്ങൾക്ക് ലോഞ്ച് ചെയ്യാൻ വേണ്ടി. അപ്പോൾ സാറ് ഞങ്ങളെ വിളിച്ച് പറഞ്ഞപ്പോൾ സാർ വന്ന് ഞങ്ങളെ ഭയങ്കര സപ്പോർട്ട് ചെയ്തു, നന്നായിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും തന്നെ ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് എല്ലാവരും. അപ്പം അത് നമുക്ക് വളരെ ഞങ്ങൾക്കൊരു സന്തോഷമായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ വേറെ ആൾക്കാരെ കാണുന്നത് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങളെ മെൻ്റൽ മോറലിന് ബൂസ്റ്റ് ചെയ്യുന്ന ആ കാര്യങ്ങളാണ്. അപ്പോൾ എനിക്ക് വളരെ ഹാപ്പിയാണ് ആ കാര്യം. അല്ല, അപ്പോൾ ആദ്യമായിട്ട് ബിഗ് സ്ക്രീനിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ ആരോടെങ്കിലും ഒക്കെ അഡ്വൈസ് ഒക്കെ ചോദിച്ചിരുന്നോ, എന്ത് ചെയ്യണോ അത്തരത്തിൽ? അഡ്വൈസ് എൻ്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ എൻ്റെ അച്ഛൻ തന്നെയാണ്. അപ്പോൾ അച്ഛനാണ് എന്നെ ആദ്യമായിട്ട് സിനിമയിലേക്ക് കൊണ്ടുവരുന്നതും സിനിമ എന്നെ പഠിപ്പിക്കുന്നതൊക്കെ അച്ഛനാണ്. അച്ഛനൊരു ഭയങ്കര ഫിലിം എന്തൂസിസ്റ്റാണ്. പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു ഫിലിമിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. അപ്പോൾ ഞാൻ കുട്ടിയാണെങ്കിൽ തന്നെ ഈ അക്കാഡമിയിൽ കൊണ്ടുപോകുക, ഇവിടെ ചലച്ചിത്ര അക്കാഡമിയിൽ വർക്ക്ഷോപ്സിന് കൊണ്ടുപോകുക, വേൾഡ് സിനിമ കാണിക്കുക. അപ്പോൾ അങ്ങനെയാണ് ഈ സിനിമയെക്കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എന്തുണ്ടെങ്കിലും അച്ഛനോട് ചോദിക്കും. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ സാധനമുണ്ട്, അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ്. അപ്പോൾ എൻ്റെ അഡ്വൈസസ് എല്ലാം വരുന്നത്, എൻ്റെ ക്രിറ്റിസിസംസും അഡ്വൈസസും എല്ലാം വരുന്നത് അച്ഛനിൽ നിന്ന് തന്നെയാണ്. അച്ഛൻ തന്നെ പറയുന്നത് ശരിയായില്ലെന്ന് പറഞ്ഞാൽ ശരിയായില്ലെന്ന് പറയും. അപ്പോൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ എൻ്റെ ക്ലോസ് ഫ്രണ്ട് അരുൺ, ഋതു, ഇവരൊക്കെ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻസ്, എൻ്റെ അഡ്വൈസ്. എനിക്ക് അധികം സിനിമ ലോകത്തെ എനിക്ക് അധികം ആൾക്കാരെ അറിയില്ല. അപ്പോൾ എനിക്ക് അവരോട് ചോദിക്കാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. ഉണ്ടാവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ചോദിക്കും. പക്ഷേ അച്ഛനുള്ളപ്പോൾ എനിക്ക് വേറെ ആളുടെ ആവശ്യത്തിൽ വന്നിട്ടില്ല, സത്യം. തീർച്ചയായിട്ടും ഒരു സിനിമയുടെ ജീവൻ എന്ന് പറയുന്നത് അതിൻ്റെ സ്ക്രിപ്റ്റ് തന്നെയാണ്. അപ്പോൾ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നതും അദ്വൈത. എങ്ങനെയുണ്ടായിരുന്നു സ്ക്രിപ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ? അദ്വൈതം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോളേജിൽ കേറുകളാണ്. അപ്പോൾ ഇപ്പം കുറച്ച് കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുക, എല്ലാം കോളേജ് സ്റ്റുഡൻസാണ്. അപ്പോൾ ഇവരിൽ നിന്ന് ഇപ്പോൾ ഞങ്ങളൊരു സ്ക്രിപ്റ്റ് പ്രതീക്ഷിക്കുമ്പോഴത്തേക്കും ഒരു സിനിമ ടീം അതിനകത്തൊരു സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊരു സ്ക്രിപ്റ്റ്, അതായത് ഇങ്ങനെയൊക്കെ ചെയ്യണം, അതൊക്കെ ഇങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടത്, എങ്ങനെയൊക്കെയാണ് പോകുന്നുള്ള കാര്യം കൃത്യമായിട്ട് അതിനകത്തുണ്ട്. അപ്പോൾ എനിക്ക് അധികം പണിയില്ല, അതങ്ങ് ഫോളോ ചെയ്താൽ മാത്രം മതി. അപ്പോൾ അങ്ങനെ ഒരു പക്ഷേ ഇവരും ഫസ്റ്റ് ടൈമേഴ്സ് ആണെന്നുള്ളതാണ് ഒരു അത്ഭുതം. അപ്പോൾ എല്ലാവരും ഫസ്റ്റ് ടൈമാണ്, ഇവർ നന്നായിട്ട് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇതൊക്കെ അപ്പോൾ ഈ പഠിച്ചു കഴിയുമ്പോഴേക്കും എങ്ങനെയായിരിക്കും സംഭവങ്ങൾ, അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് ചിന്തിക്കണമെന്ന്. അപ്പോൾ ഇവരുടെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഫൺ ഫീൽ സ്ക്രിപ്റ്റാണ്, സീരിയസ് ഒന്നുമല്ല. അതിനകത്ത് ഭയങ്കര മെസ്സേജോ അങ്ങനെ ചിന്തിക്കണം അങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു കാഷ്വലായ, ഭയങ്കര ഇന്നസെൻ്റായ, ഭയങ്കര ഒരു എൻജോയബിൾ ആയിട്ടുള്ള സമയം. അപ്പോൾ ഞാൻ അയച്ച സിനിമാസ് തന്നെ പറഞ്ഞിരിക്കുന്നത് ജോവിൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്ലഷർ ടു യേഴ്സ് ആൻഡ് യുവർ മൈൻഡ്, അത്രേ ഉള്ളൂ. അപ്പം അല്ലാതെ അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാൽ അലിക്കേണ്ട കാര്യം, അത് കാണുക, എൻജോയ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു വെൽ റിട്ടൺ ആൻഡ് വെൽ പ്ലാൻഡ് സ്ക്രിപ്റ്റ് എനിക്ക് ഇവർ രണ്ടുപേരിൽ നിന്ന് കിട്ടി. അത് എനിക്ക് വളരെ നന്ദിയുണ്ട് ഫാഹിമിലേക്കും അദ്വൈതയിലേക്കും. തീർച്ചയായിട്ടും ഒരു പെർഫെക്ഷൻ്റെ ആളാണ് താങ്കൾ എന്ന് അദ്വൈത പറയുകയുണ്ടായി. എങ്ങനെയാണ് ഒരു നടി എന്ന നിലയിൽ വിലയിരുത്തുന്നത് സംവിധായകൻ? ഓക്കെ, ഞാൻ ആദ്യമായിട്ട് അദ്വൈക വരുന്ന എൻ്റെ വീട്ടിലേക്ക് എന്നെ വിളിച്ചു. അദ്വൈക എന്ന് പറഞ്ഞ നായിക ഇങ്ങനെ വിളിച്ച് എങ്ങനെയൊക്കെയാണ് നോക്കണം എന്ന്. ഞാൻ മുമ്പും പലരെയും ഞാൻ ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ അവരൊക്കെ കുറച്ച് എനിക്ക് പറഞ്ഞു കൊടുക്കണം, ഇങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണ്, ഇത് ചെയ്യണം അത് ചെയ്യണം. അതൊക്കെ വായിച്ച 5 മിനിറ്റ് തന്നെ എനിക്ക് മനസ്സിലായി. ഓക്കെ, ഞാൻ പറഞ്ഞു അതൊക്കെ മതി, വായിച്ചത് മതി, സ്ക്രിപ്റ്റ് വായിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ പേടിച്ചു, വേണ്ട അതിനെ ക്യാൻസൽ ചെയ്തോ. അങ്ങനെയല്ല, സ്ക്രിപ്റ്റ് അധികം വായിക്കേണ്ട കാര്യമൊന്നുമില്ല, ഓക്കെയാണ്. പിന്നെ അവിടെ പോയപ്പോൾ എൻ്റെ ഒരു സ്റ്റൈൽ ഇങ്ങനെയാണ്. ഞാൻ ഒരു സാധനം പ്ലാൻ ചെയ്യുമ്പോൾ ഞാൻ കാണുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് വരേണ്ടത്. അപ്പോൾ എനിക്ക് അങ്ങനെ തന്നെ വരണം എന്നുള്ള എൻ്റെ ഒരു പേഴ്സണൽ ഒരു വാശിയാണെന്ന് പറഞ്ഞ് പറയാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഫാഹിമിനെയും അദ്വൈകനെയും ഒരുപാട് ടോർച്ചർ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഓരോ ഷോർട്ട്സും ഓരോ സീൻസും ഒരു 5 ടേക്കാണ് മിനിമം. അപ്പോൾ എനിക്ക് ആ സാധനം കിട്ടുന്നതായി ഞാൻ എടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇവരുടെ പേഷ്യൻസ് എനിക്ക് ഭയങ്കരമായിട്ട്, അദ്വൈകയുടെ പേഷ്യൻസ് പറഞ്ഞാൽ അപാരമായ പേഷ്യൻസാണ്. ഞാൻ ഒരു ഓടുന്ന സ്കിനെ കൊണ്ടായിരുന്നു എൻ്റെ അടുത്ത് ഒരു ചേസ് പോലെ സാധനം.
ഞാനിത് 13 പ്രാവശ്യം ഓടിച്ചു. അപ്പം ആ ഒരു അപ്പം അത്രയും വർക്ക് ചെയ്യാനുള്ള ഇപ്പം നല്ല സിനിമ നന്നായിട്ട് വരണം എന്നുള്ള ആ ഒരു ആഗ്രഹവും ഒന്നും പറയില്ല, ഓക്കെ ചെയ്യാം ചേട്ടാ ചെയ്യാം. അപ്പം അങ്ങനെ പേഷ്യൻസും ആ ഒരു ഡെഡിക്കേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം എല്ലാവരും ഇപ്പോൾ ഇതിനകത്തുള്ള മിക്ക ആക്ടേഴ്സ് യങ്സ്റ്റേഴ്സാണ്, പല പിള്ളേരും. അപ്പോൾ ആദ്യമായിട്ടൊക്കെ അഭിനയിക്കുന്നത് ഫാത്തിമ, പിന്നെ ഫറാന്ന് പറയുന്നത്, ആദ്യമായിട്ട് അനന്തൊക്കെ പറയുന്നത് ആദ്യമായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവരൊക്കെ ഫസ്റ്റ് ടൈം ഓൺ സ്ക്രീൻ വരുമ്പോൾ തന്നെ നന്നായിട്ട് ആക്ട് ചെയ്യുന്നുള്ള കാര്യം ഞാൻ അത്ഭുതത്തോടെ നോക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ആക്ഷൻ പറയുന്നു, അവർ ആക്ട് ചെയ്യുന്നു, വെരി നാച്ചുറൽ. ഞാൻ ആക്ടിങ് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന ആളും കൂടെയാണ്. തീർച്ചയായിട്ടും നമുക്ക് അനുവദിച്ച സമയവും കഴിയാണ്. അവസാനമായിട്ട് നാളെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്, എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് രണ്ടുപേർക്കും? പ്രേക്ഷകരോട് പറയാൻ ഇത്രയേ ഉള്ളൂ, ഞങ്ങൾ കുറച്ച് പേര് ആദ്യമായിട്ട് ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ വലുതായിട്ടും പ്രതീക്ഷിക്കേണ്ട, പക്ഷേ നന്നായിട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുക, ഞങ്ങളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അത്രേ ഉള്ളൂ. പ്ലീസ് ഡു വാച്ച് ദ ഫിലിം അല്ലേ. തീർച്ചയായിട്ടും രണ്ടുപേർക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. നാളെ ചിത്രം തിയേറ്ററുകളിൽ എത്തുമ്പോൾ അതിനു മുൻപ് ജോവിയിലോ എന്താണെന്ന് അറിയണമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോകണം. ഏതായാലും എല്ലാവിധ ആശംസകളും നേരും. താങ്ക് യു സോ മച്ച്.